ആണ് ഈ പ്രാർത്ഥന. അങ്ങനെ മുമ്പിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ ഭയത്തോടെ ദൈവസ്നേഹത്തോടെ നിൽക്കുന്ന അനേകം മക്കളുടെ മേൽ കർത്താവേ നിന്റെ കാരുണ്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനെ എല്ലാ വിശുദ്ധന്മാരെയും സാക്ഷി നടത്തിക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഭാരങ്ങളും, നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ക്ലേശങ്ങളും, നിങ്ങൾ ബാധിക്കുന്ന എല്ലാ അധൈര്യങ്ങളും, നിങ്ങൾ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും, നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഉത്കണ്ഠകളും ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിലെ കർത്താവിൻ്റെ നാമത്തിൽ അതിനെ തരണം ചെയ്യാനുള്ള കൃപ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 39 കൊല്ലത്തെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്താരം നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു. കൃപാസനം കരയിൽ കടലിൽ നിന്ന് ലോകം മുഴുവൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങളുടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മനുഷ്യർ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ബാധിക്കുന്ന തകരാറുകൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ എല്ലാത്തിനും അതിജീവിക്കാനുള്ള ക്രിസ്തീയ ആത്മീയശക്തിയാൽ, ക്രിസ്തുവിന്റെ ആത്മശക്തിയാൽ കുരിശിന്റെ ചുവട്ടിൽ സ്വന്തം മകന്റെ തിരിച്ചുപോയ ചവിട്ട് നിന്നുകൊണ്ട് രക്ഷണകൃത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈശോയെ സഹായിച്ച അമ്മയുടെ ആത്മബലത്താൽ അങ്ങനെ മക്കൾ ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ, നിങ്ങളുടെ ഇന്നത്തെ ജോലികൾ, നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ എവിടെയെല്ലാം അശക്തരായിട്ട് തോന്നുവോ അവിടെയെല്ലാം കർത്താവിന്റെ ചൈതന്യം വന്ന് നിങ്ങളെ കീഴടക്കുകയും കർത്താവിന്റെ ദൂതൻ കാവൽ മാലാഖയെ പോലെ നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്ന അലച്ച കർത്താവിന്റെ വാഗ്ദാനം ഇന്ന് നിന്റെ ജീവിതത്തിൽ, അത് വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അടയാള സഹിതം നിറവേറുവാൻ കർത്താവിന്റെ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ